ഇനി നമ്മൾ പോകുന്നത് താമരശ്ശേരി ചുരത്തിലേക്കാണ്. അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. കുറച്ചധികം ദിവസങ്ങളായി താമരശ്ശേരി ചുരത്തിലെ ഗതാഗത പ്രശ്നങ്ങളും നിയന്ത്രണങ്ങളും ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു. എന്തായാലും ആശ്വാസകരമാണ്, ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. നിയന്ത്രണങ്ങളോടുകൂടി ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടുന്നുണ്ട്. മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒഴികെയുള്ള വലിയ വാഹനങ്ങളാണ് നിലവിൽ കടത്തിവിടുന്നത്. പ്രദേശത്ത് നിരീക്ഷണവും തുടരുന്നു. കൂടുതൽ വിദഗ്ധ പരിശോധനകൾ നടത്താൻ തീരുമാനമായി. ചുരത്തിലെ വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് ഇറങ്ങുന്നതിനും സമയം ചിലവഴിക്കുന്നതിനും നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യ പുതിയിടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, അങ്ങനെ കുറേ നാളുകളായി ആളുകളെ വലച്ചൊരു വലിയ പ്രശ്നമായിരുന്നു താമരശ്ശേരി ചുരത്തിലുണ്ടായ വലിയ വാഹന നിയന്ത്രണവും ബ്ലോക്കും ഒക്കെ. എന്തായാലും വലിയ വാഹനങ്ങളെ അടക്കം കടത്തി വിട്ടുകൊണ്ട് ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലവിൽ ഈ പ്രദേശത്തുണ്ടോ? ജിൻസി, നിലവിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒഴികെയുള്ള വലിയ വാഹനങ്ങളൊക്കെയാണ് കടത്തിവിടുന്നത്. എന്തായാലും നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് താമരശ്ശേരി ചുരം വഴി വാഹനങ്ങൾ കയറ്റിവിടുന്നത്. രണ്ട് ഭാഗത്തു നിന്നും ഒരേ സമയത്ത് വാഹനങ്ങൾ കടത്തിവിടില്ല. കൃത്യമായ ഇടവേളകളിലായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇന്നലെ ജില്ലാ കളക്ടർ സ്നേഹിത് കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങളോടുകൂടി തന്നെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടായത്. ഇതുകൂടാതെ തന്നെ പോലീസിന്റെ നിയന്ത്രണത്തോടെ ആയിരിക്കും ഇനി അവിടെ ഗതാഗതം ഉണ്ടാവുക. ഇതുകൂടാതെ റോഡിന് മുകളിൽ പാറയുടെ സ്ഥിതി പരിശോധിക്കാനായി GPS സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പാറയുടെ ഡ്രോൺ ചിത്രങ്ങൾ എടുത്ത് സ്ഥിതിഗതികൾ വിലയിരുത്താനും ഒരു അഗ്നിരക്ഷ ഈ സേനയുടെ ഒരു യൂണിറ്റ് ചുരത്തിൽ വിന്യസിക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ ചുരത്തിലെത്തുന്ന ആളുകൾക്ക് അവിടെ ഒൻപതാം വളവിലെ വ്യൂ പോയിന്റിൽ വാഹനങ്ങൾ നിർത്താനും അവിടെ ചിലവഴിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിൽ പോലും വലിയ നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ്, വലിയ കൃത്യതയോടുകൂടി തന്നെയാണ് അവിടെയുള്ള ഗതാഗതം ഇനി ഉണ്ടാവുക കുറച്ചു നാളേക്ക്. കാരണം മഴയൊക്കെ കനക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇന്ന് രാവിലെയൊക്കെ താമരശ്ശേരി ചുരത്തിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷയോടുകൂടി ആയിരിക്കും വാഹനങ്ങളൊക്കെ തന്നെ കടത്തിവിടുക. പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാകും. കൃത്യമായ വിദഗ്ധ സംഘമെത്തി പരിശോധനകളൊക്കെ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും വിനോദസഞ്ചാരികൾക്കും ഇതുകൂടാതെ ഈ വാഹനങ്ങൾക്കും ഒക്കെ കൃത്യമായി ഈ സമയം പാലിച്ചുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ കടത്തിവിടും. രണ്ട് ഭാഗത്തു നിന്നും ഒരേ സമയം ഈ വാഹനങ്ങൾ കടത്തിവിടില്ലെങ്കിൽ പോലും സാധാരണ അപേക്ഷിച്ച് താമരശ്ശേരി ചുരത്തിൽ വാഹനങ്ങളുടെ ഒരു അമിതമായ തിരക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതുകൂടാതെ ഈ വലിയ വാഹനങ്ങളൊക്കെ തന്നെ ഈ ഒരു സമയത്ത് വളരെ കുറവാണ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജിൻസി.